നമുക്കിന്നൊരു കല്യാണത്തിന് പോയാലോ? കല്യാണം അല്ലായിരുന്നു, കല്യാണത്തിൻ്റെ റിസപ്ഷൻ പോലത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ചേട്ടയുടെ കൂട്ടുകാരൻ്റെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഒരു നീണ്ടകര ഭാഗത്തായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങളായിരുന്നു അവിടെ ആദ്യം ചെന്ന്. ചേട്ടയുടെ ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം ഞങ്ങളിങ്ങനെ ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്ത്. പിന്നെ ഞാനൊരു ഐസ്ക്രീമിൽ നിന്നാണ് തുടക്കം ഇട്ടത്. നേരത്തെ തന്നെ പോയി ഐസ്ക്രീം വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. സാധാരണ ഫുഡ് കഴിച്ച് കഴിഞ്ഞാണ് ഐസ്ക്രീം കഴിക്കുന്നത്, പക്ഷേ ഞാൻ അങ്ങനെയല്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞും ഞാൻ ഐസ്ക്രീം കഴിച്ചായിരുന്നു. ഐസ്ക്രീം മെയിനാണല്ലോ നമ്മുടെ. അങ്ങനെ പിന്നെ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. പുള്ളിയല്ല, പുള്ളിക്കാരത്തിയാണത്. പുള്ളിക്കാരത്തി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ വന്നിരുന്ന് കൈയൊക്കെ തന്ന് ഇങ്ങനെ നമ്മൾ സ്നേഹിക്കണ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുത്തി അതിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അവൾക്ക് അതിനെ ഭയങ്കര ഇഷ്ടമൊക്കെ പെട്ടായിരുന്നു. നമ്മൾ ചോദിക്കൊട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടിയിട്ടൊക്കെ എന്നെ ഒന്ന് തൊട്ട് തലോടൂ എന്നൊക്കെ പറയും അവൾ. അങ്ങനെ ഒരുത്തിയായിരുന്നു. അപ്പോൾ ചേട്ടൻ അതിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഒരു കശുമാവ് ചരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അത് വാടിയിട്ടൊന്നും ഇല്ല. അതിൻ്റെ വേരൊക്കെ നമ്മൾ താഴത്തേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ കശുമാവ്. അപ്പോൾ അതുമേ നമുക്കിങ്ങനെ കയറിയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും അതുമേലൊക്കെ കയറി കളി ഭയങ്കര ഫൺ മൂഡിലൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൊച്ചുണ്ടായിരുന്നു. അവൻ ഇന്ന് വീട്ടിൽ പോകണ്ടായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ എല്ലാവരെയൊക്കെ കണ്ട് കമ്പനിയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പോകണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വീഡിയോ ഞായറാഴ്ച എടുക്കണേന്. തിങ്കളാഴ്ച അവന് ക്ലാസ്സിൽ പോകണം. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടി എടാ വാടാന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ പോകാൻ കഴിയത്തുമില്ല. എല്ലാവരെയൊക്കെ കണ്ട് അവനും കമ്പനിയൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരനും പോകാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിയാണ് ഇവരൊക്കെ പോയത് വീട്ടിൽ നിന്ന്. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാണ് അവൻ വീട്ടിൽ പോയത്. അവന് ഒട്ടും കഴിയില്ലായിരുന്നു പോകാനായിട്ട്. അപ്പം പിന്നെ എല്ലാവരൊക്കെ കൂടി മരത്തിലൊക്കെ കയറി ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ദിവസമൊക്കെ ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഈ കല്യാണത്തിനൊക്കെ പോയ കൊണ്ട് പടം വരയ്ക്കാനും വീഡിയോ ഇടാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.